അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്റെ പ്രഭാഷണത്തിന്റെ പ്രമേയം മാനവ ചരിത്രത്തിൽ ആ വലിയ വലിയ പുരോഗതികൾ നേടിയ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ, പാലങ്ങൾ വന്നു, ഗതാഗത സംവിധാനങ്ങൾ, അല്ലേ, നല്ല റോഡുകളാണ്, നല്ല റോഡുകൾ, അതെ, കിലോമീറ്ററുകൾ കണക്കിന് നല്ല റോഡുകൾ. പണ്ട് കാലത്ത് നല്ല വഴിയില്ലായിരുന്നു, ഇപ്പോൾ നല്ല റോഡുകളുണ്ട്, അതെ, ഷോപ്പിംഗ് മാളുകളുണ്ട്, എല്ലാം മനുഷ്യന് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഈ സൗകര്യങ്ങളെല്ലാം ഇന്ന് മനുഷ്യൻ നാശത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതെ, 15 വയസ്സുകാരൻ 80 വയസ്സുകാരിയെ പീഡിപ്പിക്കുന്ന വാർത്തകൾ പത്രത്തിൽ കാണുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, 15 വയസ്സുകാരന് 80 വയസ്സുകാരിയോട് തോന്നേണ്ട വികാരം എന്താണ്? എന്താ? ഒരമ്മച്ചി അല്ലെങ്കിൽ ഒരു മാതാവ്, വൃദ്ധമാതാവ് എന്ന നിലയിൽ അമ്മയെ, മാതൃത്വത്തിന്റെ അമൂല്യമായിരിക്കുന്ന അമ്മയെന്ന വികാരത്തെ മനസ്സിലാക്കുന്നവരോട് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, അമ്മയെ നാം ബഹുമാനിക്കുന്നവരാ, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, അല്ലേ, ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായി, അതെ, 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് ഉരുവാക്കപ്പെടുന്ന, അതെ, ഒരു കുഞ്ഞ്, അവൻ പുറത്ത് അല്ലെങ്കിൽ അവൾ പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ മാതാവെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ എത്രത്തോളം മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരു വൃദ്ധ മാതാവിനെ, 80 വയസ്സുകാരിയായ ഒരു മാതാവിനെ 15 വയസ്സുകാരന്റെ അവന്റെ ചിന്തയിൽ തോന്നിയ ചിന്ത, കാമത്തിന്റെ വികാരങ്ങൾ അവന്റെ മസ്തിഷ്കത്തിനകത്ത് രൂപപ്പെട്ടപ്പോൾ, നോക്ക്, അമ്മയെ, വല്യമ്മയെ കാണേണ്ട കണ്ണുകൾ കൊണ്ട് അവന്റെ കണ്ണുകൾക്കകത്ത്, അതേ, വളരെ നിന്ദ്യമായ നികൃഷ്ടമായ ചിന്തകൾ രൂപപ്പെട്ട്, പാപത്തിന്റെ ചിന്തകൾ, മാതൃത്വത്തെ അപമാനിക്കുന്ന നിലയിൽ, നോക്ക, അമ്മയെ ബലാത്സംഗം ചെയ്യുന്ന തലമുറകൾ ഇന്നുണ്ട്. പത്രത്തിൽ വായിക്കാറില്ലേ? ഇല്ലേ? ഈ സൗകര്യങ്ങൾ കൊണ്ട് എന്തോ ഗുണമുണ്ട്? വിദ്യാഭ്യാസം കൊണ്ട് എന്തോ ഗുണമുണ്ട്? കഴിവുകൾ കൊണ്ട് ഗുണമുണ്ട്? എല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുന്നു. തിരിച്ചും 75 വയസ്സുകാരൻ 12 വയസ്സുകാരിയെ പീഡിപ്പിക്കും, അല്ലെ? ചെറുമകളുടെ പ്രായം, അല്ലേ, കുഞ്ഞേ, മോളെ എന്നൊക്കെ വിളിച്ച് സ്നേഹത്തോടെ കാണേണ്ട കണ്ണുകൾ, ആ കണ്ണുകൾക്കകത്ത് കാമവികാരങ്ങൾ, ചിന്തകൾക്കകത്ത് തെറ്റായ ചിന്തകൾ രൂപപ്പെട്ട്, ഇല്ലേ, കൊല്ലുന്ന, ബലാത്സംഗം ചെയ്യുന്ന അച്ഛന്മാർ. എന്താ ഇതിന്റെ കാരണം? അതാ ഞാൻ പറയുന്നത്, പാപം.